ഷെക്കന ന്യൂസിന്റെ 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നൈജീരിയയിൽ തീയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാലങ്ങളായി, വർഷങ്ങളായി നൈജീരിയയിലെ ക്രൈസ്തവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊടിയ ദുരിതം, പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദികളാൽ കശാപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നൈജീരിയയിലെ ക്രൈസ്തവരുടെ കണ്ണീരൊപ്പുന്ന ഒരു നടപടിയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ നടത്തിയത്. അക്ഷരാർത്ഥത്തിൽ ഇസ്ലാമിക ഭീകരർ എക്കാലവും ഓർത്തിരിക്കാവുന്ന ഒരു ക്രിസ്മസ് സമ്മാനം. ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൈജീരിയയ്ക്ക് നൽകിയിരുന്നു. ഈ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളെ ഉന്മൂലനം ചെയ്തില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള നടപടി നേരിടാൻ തയ്യാറായിക്കൊള്ളൂ എന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയിരുന്നു. പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഒരു ഭരണാധികാരിയുടെ വളരെ ചങ്കൂറ്റത്തോടെയുള്ള ഒരു നടപടി തന്നെയാണ് ക്രിസ്മസ് ദിനത്തിൽ ലോകം കണ്ടത്. ഈ ഒരു നടപടി, ട്രംപിൻ്റെ ഈ ഒരു നടപടി നൽകുന്ന സൂചനകൾ എന്തൊക്കെ? നൈജീരിയയിലെ ക്രൈസ്തവരുടെ ആ ഒരു പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളായിട്ടുള്ള ബോക്കോ ഹറാം, ഇസ്ലാമിക് സ്റ്റേറ്റ്, ഫുലാനികൾ പോലുള്ള തീവ്രവാദ സംഘടനകളുടെ ഭാഗത്തു നിന്നും നൈജീരിയയിലെ ക്രൈസ്തവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭീഷണിക്ക് എത്രത്തോളം അറുതി വരുത്തും? ഈ വിഷയങ്ങളാണ് ഇന്ന് 4 മണി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകൻ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നൈജീരിയയിലെ ഇസ്ലാമിക തീവ്രവാദികളുടെ മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നടപടി, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ, എത്രത്തോളം ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നൈജീരിയയിലെ ക്രൈസ്തവർക്ക് സമ്മാനിക്കും? ഒരു ക്രിസ്മസ് സമ്മാനം എന്ന നിലയിൽ നൈജീരിയയിലെ ക്രൈസ്തവർക്ക് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ എത്രത്തോളം ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും ട്രംപിന്റെ ഈ ഒരു നടപടി? ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇത് നൈജീരിയയിലുള്ള ഒരു ഇടപെടൽ എന്നതിലേറെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സൂചന എന്ന നിലയിലാണ് ഇതിന് പ്രാധാന്യമുള്ളത്. ഇത് ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന, നൈജീരിയയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാത്ത, ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു വിഷയമാണ് ഈ ഇസ്ലാമിസ്റ്റുകളുടെ ക്രൈസ്തവരുടെ നേരെയുള്ള ആക്രമണം എന്ന് പറയുന്നത്. ലോകത്തിലെ എല്ലായിടത്തുമുള്ള സംഗതിയാണ്. എവിടെയൊക്കെ ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടോ, എവിടെയൊക്കെ ക്രൈസ്തവരുണ്ടോ, എവിടെ അവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ആ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇസ്ലാമിസ്റ്റുകള് ക്രൈസ്തവരുടെ മേലെ കടന്നു കയറാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഇങ്ങ് മുനമ്പത്ത് വരെ നമ്മൾ കാണുന്ന സംഗതിയാണ്. ഇത് നൈജീരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യം. യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്രയോ നാളായി ഇസ്ലാമിസ്റ്റുകൾ യൂറോപ്പിൽ കുടിയേറ്റക്കാരായി എത്തി അവിടുത്തെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആളുകളെ ആക്രമിക്കുന്നു. അറേബ്യൻ നാടുകളിൽ എത്രയോ നാടുകളിൽ, ലെബനോൺ അടക്കമുള്ള നാടുകളിൽ ക്രിസ്ത്യാനിറ്റി ഇല്ലാതായി പോയത് ഈ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം മൂലമാണ്. മെജോറിറ്റി ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്ന റീജിയണിൽ, അറേബ്യൻ റീജിയണിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ടത് ഈ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിന്റെ ഭാഗമാണ്. ഒരുപക്ഷെ കുരിശ് യുദ്ധത്തിന് ശേഷം ഒരു ക്രിസ്ത്യൻ ആക്രമണം എന്ന നിലയിൽ ഉണ്ടായ ആദ്യത്തെ ആക്രമണമാണ് ട്രംപിന്റെ ഈ ആക്രമണം എന്ന് ഞാൻ വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയൊരു സൂചനയാണ്. ഇതൊരു ചെറിയ സൂചനയല്ല, വലിയൊരു സൂചനയാണ്. നൈജീരിയയിൽ നടന്ന ആക്രമണം ഒരുപക്ഷെ അത്ര അതിന്റെ വലിപ്പത്തിൽ അതൊരു വലിയ ആക്രമണം എന്ന് പറയാനില്ല. അത് ലോകശ്രദ്ധ പിടിച്ചു പറ്റിയത് ഇത്തരം ഒരു കാര്യത്തിൽ ആദ്യമായി ലോകത്തിൽ ഒരു ക്രിസ്ത്യൻ ഇടപെടൽ ഉണ്ടായി എന്നതുകൊണ്ടാണ്. അമേരിക്കയുടെ ശക്തിയും വലിപ്പമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ ചുമ്മാ കൊലപ്പണക്കം പഠിച്ചു പറഞ്ഞൊരു കാര്യം സംഭവിച്ചിരുന്നു. നമ്മൾ വലുതായിട്ട് എടുത്തു പറയത്തേക്കുള്ള വലിയൊരു മിസൈൽ ആക്രമണമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വ്യോമ ആക്രമണമോ ഒന്നും സംഭവിച്ചില്ല. വളരെ ചെറിയൊരു ആക്രമണം. ഇപ്പോഴും ആ ആക്രമണത്തിന്റെ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടില്ല. ഇങ്ങനെ ഒരു ആക്രമണം നടന്നു എന്നുള്ളത് നൈജീരിയൻ ഗവൺമെന്റും, ട്രംപാണ് ആദ്യം ഇത് ലോകത്തോട് പറയുന്നത്. അതിനുശേഷം നൈജീരിയൻ ഗവൺമെന്റ് ഇത് പറഞ്ഞു. നൈജീരിയൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ട്രംപ് ഇത് ചെയ്തിട്ടുള്ളത്. പുറമേ നിന്നിട്ട് പിന്നെ അവരുടെ രാജ്യത്തേക്ക് നേരെ കൊണ്ട് കടന്നു കയറല്ല ചെയ്തിട്ടുള്ളത്. അവരുടെ പ്രസിഡന്റ് ബോളോ ടിനുബു പറഞ്ഞതനുസരിച്ച്, അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആക്രമണത്തിന്റെ രീതി നമുക്കറിയാവുന്ന, നൈജീരിയ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യമല്ല, അത് വലിയ രാജ്യമാണ്. ഏകദേശം 26 കോടി മനുഷ്യർ അധിവസിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതിനകത്ത് ക്രിസ്ത്യാനികളും കുറച്ചല്ല. ആ രാജ്യത്തിലെ പകുതി ഏകദേശം പകുതിയോളം ആളുകൾ ക്രിസ്ത്യാനികളാണെന്ന് മാത്രമല്ല, ലോകത്തിലെ ക്രിസ്ത്യാനികൾ അധിവസിക്കുന്ന രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ 5ാമത്തെ മോസ്റ്റ് പോപ്പുലസ് ആയിട്ട് ക്രിസ്ത്യൻ നേഷനാണത്. അപ്പൊ അതില് ലോകത്തിലെ ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള ക്രിസ്ത്യൻ നേഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, പിന്നീട് ബ്രസീലാണ്, പിന്നീട് വരുന്നത് മെക്സിക്കോ ആണ്. 4th വൺ നൈജീരിയ, 5th വൺ അല്ല, 4th വൺ ആണ് നൈജീരിയ. അപ്പൊ ലോകത്തില് 4ാമത്തെ ഏറ്റവും അധികം ക്രിസ്ത്യാനികൾ അധിവസിക്കുന്ന രാജ്യമാണ്.
അതൊരു ആഫ്രിക്കൻ രാജ്യമായതുകൊണ്ട് അതിന് പ്രോമിനൻസ് കിട്ടിയില്ല എന്ന് മാത്രം. വാസ്തവത്തിൽ അവിടെ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. 2000 ആണ്ടിന് ശേഷം വളരെ കാര്യമായി ബൊക്കോ ഹറാം എന്ന് പറയുന്ന അവിടെ ബൊക്കോ ഹറാം നമുക്ക് അറിയാവുന്ന ബൊക്കോ ഹറാം, ബുക്ക് ഹറാം അക്ഷര വിരോധികളാണ്, സംസ്കാരത്തിന് വിരോധികൾ, മനുഷ്യരെ 6-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം എന്ന് ലോകം മുഴുവൻ പ്രസംഗിച്ചു നടക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടെ അവരുടെ ഒരു 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 ലോകം മുഴുവൻ പറഞ്ഞു കിടക്കുന്ന സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ലോകത്തിൽ മുഴുവനും കൂടി ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കണം, പഴയ കാലിഫേറ്റ്, അവരുടെ സ്വപ്നത്തിലുള്ള കാലിഫേറ്റ് കൊണ്ടുവരണം, ആ കാലിഫേറ്റിനകത്ത് ഇന്ത്യയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങളെ കൂടി ചേർക്കണം എന്നൊക്കെ മഹത്തായ സ്വപ്നം കാണുന്ന ഒരു പ്രസ്ഥാനമാണ് IS. ലോകം മുഴുവൻ വേരുകളുണ്ട്. അപ്പൊ ആ വേരുകളില് ഈ പറയുന്ന നൈജീരിയയിലുള്ള വേരുകളുടെ പേരാണ്, പലതുണ്ട് അതിനകത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ബോക്കോ ഹറാം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. വാസ്തവത്തിൽ ഇത്തവണ അമേരിക്ക അടിവാങ്ങി കിട്ടിയത് ബോക്കോ ഹറാം അല്ല. ബോക്കോ ഹറാം ഉള്ളത് നൈജീരിയയുടെ നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ, അതായത് വടക്ക് കിഴക്കൻ ഭാഗത്താണ്. നൈജീരിയ ഏകദേശം ഒരു ഓവൽ ഷേപ്പുള്ള രാജ്യമാണ്. അതിന്റെ വലിപ്പം വീതി കുറഞ്ഞ ഭാഗത്താണ് ക്രിസ്ത്യാനികളുള്ളത്. മുകളിലത്തെ ഭാഗം നോർത്തേൺ സൈഡ് അത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ആണ്. അതങ്ങനെ എക്സ്പാൻഡ് ആവാനുണ്ടായ കാരണം 1969 കാമറൂണിന്റെ ചെറിയൊരു ഭാഗം കൂടി ഒരു അഭിപ്രായ സർവേയുടെ ഭാഗമായിട്ട് ഈ നൈജീരിയയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. അങ്ങനെയാണ് ഈ നൈജീരിയയിലെ ഈ ഡെമോഗ്രഫിക് ബാലൻസ് ഇല്ലാതെ പോയത്. വാസ്തവത്തിൽ ആദ്യം നൈജീരിയ ഈ 65 സ്വതന്ത്രമാകുമ്പോൾ അതിനകത്ത് ക്രിസ്ത്യാനികളായിരുന്നു കൂടുതൽ. അപ്പൊ അന്നൊന്നും കാര്യമായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ കാമറൂണിന്റെ ഇസ്ലാമിസ്റ്റുകൾ കൂടുതലുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള ഒരു ഭാഗം കൂടി നൈജീരിയയോട് ചേർക്കപ്പെട്ടു. അത് നോർത്തേൺ സൈഡ് ഓഫ് നൈജീരിയയോടാണ് ചേർക്കപ്പെട്ടത്. അപ്പൊ കാമറൂൺ, ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് കാമറൂൺ ഈസ് മെയിൻലി ക്രിസ്ത്യൻ. അപ്പൊ അതിനകത്തുള്ള ഇസ്ലാമിക് പാർട്ടി കൂടി നൈജീരിയയോട് ചേർക്കപ്പെട്ടപ്പോഴാണ് ഇതിനകത്ത് ഇസ്ലാമിന് നമ്പർ കൂടുക. അന്ന് മുതലേ പ്രശ്നമുണ്ട്. അന്ന് മുതലേ ഫുലാനി എന്ന് പറയുന്ന ഒരു എത്നിക് ഗ്രൂപ്പ്, അവർ മുസ്ലിങ്ങളാണ്. അപ്പൊ അവര് അന്ന് മുതലേ ജിഹാദി പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട്. അതിനുശേഷമാണ് ഈ 2000 ആണ്ടിന് ശേഷമാണ് ഈ ബൊക്കോ ഹറാം എന്ന് പറയുന്ന ഈ സാധനം ഒഫീഷ്യലായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയും അത് പിന്നീട് വലിയ ആക്രമണങ്ങൾ ഏർപ്പെട്ട് ഇപ്പൊ ഏകദേശം ഒരു 3-4 ലക്ഷത്തോളം മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. 2009 ശേഷം മാത്രം 1-1.5 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2025 മാത്രം 10,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് മുസ്ലിങ്ങളും കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അവർ അതിനിടയിലൂടെ തിരികെ കയറ്റുന്ന ഒരു വാദം. അതുകൊണ്ട് ഇത് ക്രിസ്ത്യാനികളുടെ ഉള്ള ഒരു ജീനോസൈഡ് അല്ല എന്നാണ് പറഞ്ഞത്. ക്രിസ്ത്യാനികൾ ജീനോസൈഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇത് ഈ പറയുന്ന 24 കോടി മനുഷ്യരിൽ ഏകദേശം പകുതിയോളം ക്രിസ്ത്യാനികളാണ്. അപ്പൊ ക്രിസ്ത്യാനിയെ കൊന്നു തീർക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇതിനകത്ത് ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പായിട്ട് വരുന്ന ഈ നോർത്തേൺ സൈഡ് ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പാണ്, എണ്ണത്തിൽ കുറവാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ വേണമെങ്കിൽ ഇവർക്ക് ഈ ജീനോസൈഡ് പ്രവർത്തിക്കാൻ കഴിയും. അപ്പൊ ഇതിനകത്തൊരു അറേബ്യൻ റൂട്ട് കൂടിയുണ്ട്. ബൊക്കോ ഹറാം എന്ന് പറയുന്ന അവിടെ അറബികളായിട്ടുള്ള ആളുകളുടെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ ആഫ്രിക്കയുടെ വടക്കൻ റീജിയനിൽ വരുന്ന രാജ്യങ്ങള് ഇപ്പൊ ഇങ്ങ് നമ്മള് ഈജിപ്തിൽ തുടങ്ങിയാല് ഈജിപ്ത്, അതിന്റെ തൊട്ട് താഴെ സുഡാൻ, പിന്നീട് ലിബിയ, അതിന്റെ തൊട്ട് താഴെ ചാഡ്, ടുണീഷ്യ അങ്ങ് വടക്കേ അറ്റത്ത് കിടക്കുന്നു, അൾജീരിയ, മൊറോക്കോ, നൈജർ, മാലി, മൗറീഷ്യസ്, വെസ്റ്റേൺ സഹാറ, ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം മുസ്ലിം കോൺസെൻട്രേഷൻ ഉണ്ട്. ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ നോർത്തേൺ സൈഡാണ്. വാസ്തവത്തിൽ ഈ ഇസ്ലാമിക് റിലീജിയൻ ഫോം ചെയ്ത ഒരു കാലം മുതൽ തന്നെ അവർക്ക് റോം ഒരു ലക്ഷ്യമായിരുന്നു. റോം പിടിച്ചടക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമായിരുന്നു. അപ്പൊ റോം പിടിച്ചടക്കുക എന്നുള്ളത് അവർക്ക് 2 പോസിബിലിറ്റി ആണല്ലോ. ഒന്ന്, ടർക്കിയിലൂടെ കയറി നേരിട്ട് യൂറോപ്പിലേക്ക് കയറി റോമിലേക്ക് പുരോഗമിക്കുക എന്നുള്ള ആ ശ്രമം അവർ പലതവണ നടത്തിയിട്ടുണ്ട്. ആ ശ്രമം അവർ പലതവണ നടത്തുകയും അതിനനുസരിച്ച് പുറകോട്ടടിക്കപ്പെടുകയും അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളുടെ റോമിലേക്ക് ഒരു ആക്സസ് കിട്ടുകയില്ല എന്ന് മനസ്സിലായപ്പോൾ, ജിയോഗ്രഫിയെ കുറച്ചുകൂടെ ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ ആഫ്രിക്കയുടെ വടക്കൻ സൈഡിലൂടെ ഇവര് മുന്നേറി അങ്ങ് മൊറോക്കോയിൽ ചെന്നിട്ട് മൊറോക്കോയിൽ നിന്ന് സ്പെയിനിൽ കടന്ന് ഫ്രാൻസിലൂടെ ഇറ്റലിയിൽ വരാം എന്നുള്ള ഒരു മാർഗം അവർ കണ്ടുപിടിക്കുകയായിരുന്നു. കൂടാതെ ഈ മൊറോക്കോയ്ക്കും അല്ലെങ്കിൽ അൾജീരിയയ്ക്കും ഇറ്റലിക്കും ഇടയിൽ ധാരാളം കുഞ്ഞു ദ്വീപുകളുണ്ട്. അപ്പം ഈ അൾജീരിയയിൽ നിന്ന് വേണമെങ്കിൽ ഈ ദ്വീപുകളിലൂടെ ആക്സസ് ചെയ്ത് റോമിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ 840 AD ഒരു 800-കളിൽ ഇവർ റോമിന്റെ അടുത്തുവരേക്ക് എത്തിയിട്ടുണ്ട്. അതൊക്കെ ചരിത്രമാണ്. അപ്പൊ ഇവർ അങ്ങനെ കടന്നു വന്ന സമയത്ത് ഈ ആഫ്രിക്കയുടെ വടക്കൻ രാജ്യങ്ങളിൽ മുഴുവൻ ഈ ഇസ്ലാമിക് രാജ്യങ്ങൾ ഇവർ സ്ഥാപിച്ചു പോവുകയും ആ കൂട്ടത്തില് ഇസ്ലാമിൽ നിന്ന് ഈ അറേബ്യയിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് കുടിയേറുകയും ചെയ്തു. അങ്ങനെ കുടിയേറിയതിന്റെ ഒരു ഭാഗം നൈജീരിയയിലുണ്ട്. അപ്പൊ അങ്ങനെ നൈജീരിയയിലുള്ള ആ ഗ്രൂപ്പിന്റെ പേര് ഷുവ അറബ്സ് എന്നാണ്. ഷുവ അറബ്സ് എന്ന് പറയും. അവര് അറബികളാണ്. അപ്പൊ ഈ അറബികളുടെ കൂട്ടത്തിലൊരു ബ്രാഹ്മണനാണ്, ഈ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലൊരു ബ്രാഹ്മണനാണ്. അപ്പൊ മുസ്ലിങ്ങളുടെ കൂട്ടത്തില് അറബ് എന്ന് പറയുന്ന ആ ഒരു ഷുവ അറബ്സ് എന്ന് പറയുന്ന ഒരു ഹെഗിമണിയുള്ള ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് ഞങ്ങൾ കുറച്ച് മേലുള്ള ആളുകളാണ്.
അപ്പൊ സാധാരണ മുസ്ലിങ്ങളോട് അവർക്ക് പരമപുച്ഛമാണ്. അപ്പൊ ആ ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് മുസ്ലിങ്ങളെ കൊല്ലുന്ന ഒരു സംഗതി ഇവിടെ നടക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ ഇത് ബേസിക്കലി ഇത് ക്രിസ്ത്യാനികൾക്ക് എഗ്നസ്റ്റ് ആണ്. അത് ഫുലാനി ഗ്രൂപ്പിൽ പെടുന്നവര് അവരുടെ കൊള്ളയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സ്ഥലം പിടിച്ചു പറിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഭൂമി കൂടുതൽ കൂടുതൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയോ എന്തിന്റെ പേരിലാണെങ്കിലും അത് ജിഹാദിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. കാരണം അവരെ സംബന്ധിച്ച് കൊല്ലുന്നത് പുണ്യമാണ്, അത് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. മറ്റു മതത്തിൽപ്പെട്ടവനെ കൊന്നു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ പോകാൻ സാധിക്കും, സ്വർഗത്തിൽ അവനെ ഒരുക്കി വെച്ചിട്ടുള്ള ഫെസിലിറ്റീസ് അനുഭവിക്കാൻ സാധിക്കും, അതിന്റെ പേരിൽ കൊല്ലപ്പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇസ്ലാമിക് ടെററിസമാണ്, അല്ലാതെ അവിടെ എത്നിക് ഗ്രൂപ്പുകൾ തമ്മിലുള്ള റൈവലറി ആണ് എന്ന് പറഞ്ഞാൽ അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ഈ ബൊക്കോ ഹറാം എന്ന് പറയുന്ന ഗ്രൂപ്പ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൈജീരിയയുടെ നോർത്ത് ഈസ്റ്റേൺ സൈഡിലേക്കാണ്. പക്ഷെ ഇപ്പോൾ ഈ ആക്രമണം നടന്നിട്ടുള്ളത് ഇതിന് നോർത്ത് വെസ്റ്റേൺ സൈഡിലാണ്. നോർത്ത് വെസ്റ്റേൺ സൈഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പിന്റെ പേര് ലുക്കുറാവ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്. അതും ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ്. പക്ഷെ അത് നൈജീരിയയിൽ ലെസ് പോപ്പുലർ ആണ്. നൈജീരിയയിൽ മോർ പോപ്പുലർ ആയിട്ടുള്ളത് ബൊക്കോ ഹറാമാണ്. പെൺകുട്ടികളെ പിടിച്ചോണ്ട് പോവുക, സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ പിടിച്ചോണ്ട് പോവുക, താമസിപ്പിക്കുക, ഇങ്ങനത്തെ ഒരുപാട് വൃത്തികേടുകള്, ടെററിസം, ആളെ കൊല്ലുന്നതിനെ കഴിഞ്ഞും ഭീകരമായ പ്രവൃത്തികൾ ചെയ്യുക, അത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. എപ്പോഴും ഇത് പത്രങ്ങളിലൊക്കെ വരുന്നതിന് അടുത്ത കാലത്ത് ഈ കാര്യം സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ലുക്കുറാവ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിന്റെ ഒരു കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്താണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. പോരാതെ ഈ ആക്രമണം നടത്തിയ പ്രദേശം അത് ഇവരുടെ ഒരു വലിയ തിക്ലി പോപ്പുലേറ്റഡ് അല്ലെങ്കിൽ ടെററിസ്റ്റുകളുടെ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ഏരിയ ആയിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമല്ല. അവിടെ അങ്ങനെ അവിടെ ആളുകൾ, അവിടെ ക്രിസ്ത്യൻസും മുസ്ലിംസും വളരെ സഹവർത്തിത്വത്തോടെ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരിക്കൽ പോലും ടെററിസ്റ്റ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് അവിടെ ആക്രമിക്കപ്പെട്ടു? അതിന്റെ യഥാർത്ഥ കാരണം അവരുടെ വന്ന് ഒളിച്ചു താമസിക്കണം. അപ്പൊ ഈ നൈജീരിയൻ ഒഫീഷ്യലായിട്ട് പട്ടാളത്തെയും ഇന്റർനാഷണൽ ഫോഴ്സിനെയും പറ്റിക്കാൻ വേണ്ടി ഈ പറയുന്ന ഇൻസർജന്റ് ഗ്രൂപ്പിന്റെ ഒരു താവളം കൂടി ഉണ്ടായിരുന്നു. ആ താവളമാണ് ആക്രമിക്കപ്പെട്ടത്. ഈ താവളം അവിടെ ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ള നൈജീരിയൻ ഗവൺമെന്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് ഈ നൈജീരിയൻ ഗവൺമെന്റുമായിട്ട് ഇന്റലിജൻസ് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞത്. ഇതൊക്കെ IS അഫിലിയേറ്റഡ് ആയിട്ട് ഗ്രൂപ്പുകളാണ്. എല്ലാത്തിനും ഒറ്റ പേരാണ്. ഇവിടെ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന സാധനം മുതൽ അങ്ങ് നൈജീരിയയിലും അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന സാധനം ഓൾ ആർ ഇന്റർലിങ്ക്ഡ് ആൻഡ് ഇന്റർലിങ്ക്ഡ്. വ്യക്തമാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഇത് നൈജീരിയയിലെ ഒരു തീവ്രവാദ സംഘടനയ്ക്കെതിരെ നടത്തിയൊരു ആക്രമണമല്ല, മൊത്തത്തിലുള്ള ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. ശ്രീ ജോൺസൺ കൊച്ചുറമ്പൻ, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്ന ഈ ഒരു ആക്രമണം അവിടെ നൊന്തിരിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികൾക്കാണ്. അതുകൊണ്ട് ഇനി കേരളത്തിൽ നമുക്ക് ഈ ഹമാസ് ഐക്യദാർഢ്യം പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഐക്യദാർഢ്യങ്ങളൊക്കെ ഇനി ഭാവിയിൽ കാണാൻ സാധിക്കുമോ? മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ ക്രിസ്മസ് കാലയളവിൽ നമുക്കറിയാം കേരളത്തിന് പുറത്ത് പലയിടങ്ങളിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യണം. അത്തരം ആക്രമണങ്ങൾ അപലപിക്കപ്പെടേണ്ടി തന്നെ ഇരിക്കുന്നു. പക്ഷേ ആ ഒരു ആവേശം പലപ്പോഴും ഈ നൈജീരിയയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ക്രിസ്ത്യാനികൾ നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ച് ഒന്നും അത്തരത്തിലുള്ള ആവേശത്തോടു കൂടിയുള്ള റിപ്പോർട്ടിങ്ങും ഒന്നും നമ്മൾ കാണാൻ സാധിക്കുന്നില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് അങ്ങേക്ക് മറുപടി പറയും. അതെ അതെ. ആദ്യത്തെ ചോദ്യം അത് കൃത്യമാണ്. അതായത് നമ്മൾ ഒരു കാര്യത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുസമൂഹവും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരെന്ന് അവകാശപ്പെടുന്നവരും ഇവിടുത്തെ മാധ്യമങ്ങളുമൊക്കെ ഒരു വിഷയത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഒരാൾക്കെട്ട് നടു റോഡിൽ വെച്ച് തല്ല് കിട്ടി, അയാള് വഴി കിടക്കുന്നു. ഈ കിടക്കുന്നവന്റെ ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ അല്ലല്ലോ കണ്ടു നിൽക്കുന്ന ഒരാള് ഒന്ന് പിടിച്ചു മാറ്റാൻ ചെല്ലുന്നതോ അല്ലെങ്കിൽ അയാളെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകുന്നു. പേര് പോലും അറിയത്തില്ല. ഒരു മനുഷ്യൻ ആക്രമിക്കപ്പെട്ടു അല്ലെ, അതിലാണ് ഇടപെടുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളിപ്പോ കുറെ വർഷങ്ങളുടെ നമ്മുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമ്മുടെ രാജ്യത്താകട്ടെ മറ്റ് ലോകരാഷ്ട്രങ്ങളിലാവട്ടെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് നൊന്താൽ മാത്രം നോക്കുന്ന ഒരു പ്രവണത അതിവിടെ രാഷ്ട്രീയ കക്ഷികൾ, ഞാൻ ഈ പറഞ്ഞ സാമൂഹിക സാംസ്കാരിക നായകന്മാരെന്ന് അവകാശപ്പെടുന്നവരും മാധ്യമങ്ങളും ഒക്കെ അങ്ങനെ മാറിയിരിക്കുക. നോക്കുന്നത് ആർക്കാണെന്നുള്ളതാണ്. ഒരു മനുഷ്യന് നൊന്താൽ അതിൽ വേദനയില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം സങ്കടപ്പെടുന്ന ഒരു വിഭാഗം, ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു രീതി,
അത് മാറേണ്ടിയിരിക്കുന്നു. അത് മാറിയില്ല എങ്കിൽ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം, ഇപ്പോ ജോർജ് പറഞ്ഞതുപോലെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങളിൽ നിന്ന് മാറി മറ്റു വിഷയങ്ങളിലേക്ക് ചർച്ച ചെയ്യുന്ന ഈ രീതി ഉണ്ടാവും. പിന്നെ ആദ്യം ചോദിച്ചത് ഈ ക്രിസ്മസ് സമ്മാനമാണോ എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മല്ലികശ്ശേരി സാറ് പറഞ്ഞതുപോലെ ഇതൊരു സൂചനയാണ്. സൂചന എന്ന് പറഞ്ഞാൽ ഈ നൈജീരിയയിലെ ഈ ബൊക്കോ ഹറാമിനോട് മാത്രമല്ല, ഇപ്പൊ ലോകം മുഴുവൻ നമ്മൾ എടുത്തു നോക്കിയാൽ പണ്ട് നമ്മുടെ BJP നേതാവായിരുന്ന ശ്രീ LK അദ്വാനി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ മുസ്ലിങ്ങൾ മുഴുവൻ ഭീകരവാദികളല്ല, പക്ഷെ ഭീകരർ മുഴുവൻ മുസ്ലിങ്ങളാണ്. മനസ്സിലായോ? മുസ്ലിങ്ങൾ മുഴുവൻ ഭീകരവാദികളല്ല, പക്ഷെ ഭീകരർ മുഴുവൻ മുസ്ലിങ്ങളാണ്. ഏത് രാഷ്ട്രം എടുത്തു നോക്കിയാലും അവിടെ ഈ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നത് ഒരേ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണല്ലോ. അത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ലോകം മുഴുവൻ ഒരു തീവ്രവാദത്തിന്റെ പേരിൽ ഒരു മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന എല്ലാവർക്കുമുള്ള താക്കീതാണ് അമേരിക്കന്റെ ഈ നടപടി. എല്ലാവർക്കുമുള്ള താക്കീതാണ്. അത് മല്ലികശ്ശേരി സാറ് പറഞ്ഞതുപോലെ കൊച്ചിയിൽ കിടന്ന് ഇതേ ആശയത്തിന് വേണ്ടി പോരാടുന്നവരോടും നൽകുന്ന സൂചനയാണ് നിങ്ങളുടെ ഇത്തരം ജനവിരുദ്ധ പോരാട്ടം മതവെറി ഇനി അംഗീകരിച്ചു കൊടുക്കുന്ന നിലപാട് ഇല്ല എന്നുള്ള കൃത്യമായ സൂചന. ഇപ്പൊ നൈജീരിയയില് ഇപ്പം സാറ് പറഞ്ഞല്ലോ എത്ര വർഷമായി ഇപ്പൊ പത്രത്തിൽ നൈജീരിയയിലെ ഒരു കൂട്ടക്കുരുതി ഒരു വാർത്തയല്ലാതായി മാറി, വായിക്കുന്നവർക്ക് ഒരു ഫീലിംഗ് ഇല്ലാതായി മാറി. നിരന്തരം അനുദിനം കൂട്ടക്കൊലകൾ നടക്കുകയാണ്. എത്രയോ പേര് ഒരുമിച്ച് കുഴിച്ചു മൂടുന്നു. ഇതൊക്കെ കണ്ട് ഈ ലോകം ഇങ്ങനെ ഞെടുങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ മലയാളികൾ അടക്കമുള്ള ആൾക്കാർക്ക് ഞെടുക്കം ഉണ്ടാകാതിരിക്കും. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അത്തരക്കാരോട് മുഴുവനുള്ള സൂചനയാണ് ഈ ക്രിസ്തുമസിന് കൊടുത്തത്. ഒന്ന്. രണ്ട്, ജോർജി, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗത്തിന്, അത് മതത്തിന്റെ പേരിലാവട്ടെ, ജാതിയുടെ പേരിലാവട്ടെ, നിറത്തിന്റെ പേരിലാവട്ടെ, വർഗത്തിന്റെ പേരിലാവട്ടെ, ഏതെങ്കിലും സാമൂഹിക നീതി നിഷേധിക്കപ്പെടുകയും ഏതെങ്കിലും ഒരു വിഭാഗം മറ്റാരുടെയെങ്കിലും ചൂഷണത്തിനിരയാവുകയോ അവരാക്രമിക്കപ്പെടുകയോ അവർ കൊല ചെയ്യപ്പെടുകയോ ചെയ്താൽ അവിടെയൊക്കെ ഇടപെടേണ്ടുന്ന ലോക സമൂഹം, ഐക്യരാഷ്ട്ര സംഘടന അടക്കം ഉള്ള ലോക സമൂഹം പലയിടത്തും നിശബ്ദത പാലിക്കുമ്പോൾ അവിടെ ഒരു വെള്ളി വെളിച്ചമായിട്ടാണ് ട്രംപിന്റെ നടപടി. ഇടപെടേണ്ടവർ ഇടപെടുന്നില്ല, ചർച്ച ചെയ്യപ്പെടേണ്ടവർ ചർച്ച ചെയ്യുന്നില്ല, ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കേണ്ടവർ നടപടി സ്വീകരിക്കുന്നില്ല. അവരൊക്കെ എല്ലാ വർഷവും വട്ടമേശ സമ്മേളനം കൂടും, മറ്റു കാര്യങ്ങളൊക്കെ പറയും, ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. പക്ഷേ നിങ്ങൾ ആരും ഇടപെട്ടില്ല എങ്കിലും ഇത്തരം തീവ്രവാദത്തിനെതിരെ നിലകൊള്ളാൻ അമേരിക്ക തയ്യാറാണെന്ന് തെളിയിച്ചു കൊടുത്തു. ഇപ്പോ ഇസ്രായേലിൽ ഉണ്ടായ ജനവിരുദ്ധ അല്ലെങ്കിൽ തീവ്രവാദ നടപടിക്ക് എതിരെ ഇസ്രായേൽ എടുത്ത നടപടിയെ പിന്തുണച്ച രാഷ്ട്രമാണ് അമേരിക്ക. തീവ്രവാദത്തിനെതിരെ നടപടിയെടുത്ത രാഷ്ട്രത്തെ പിന്തുണച്ചു, അന്നൊരു സൂചന കൊടുത്തു, ഈ തീവ്രവാദത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ നേരിട്ട് സാറ് പറഞ്ഞതുപോലെ നൈജീരിയൻ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾക്ക് പലപ്പോഴും ഈ പറഞ്ഞ ആ രാജ്യത്തിനുള്ളിലെ ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ പരിമിതികൾ ഉണ്ടാവും. അവരുടെ തന്നെ സഹായത്തോടെ ലോക പോലീസ് എന്നറിയപ്പെടുന്ന, കൃത്യമായിട്ട് അതേ അർത്ഥത്തിൽ തന്നെ ലോക പോലീസാണ് തങ്ങളെന്ന് തെളിയിച്ചുകൊണ്ട് അമേരിക്ക ആ രാജ്യത്ത് കയറി ഇടപെട്ടിരിക്കുന്നു. ഇതൊരു സൂചനയാണ്. ഇതിനി എവിടെയാണെങ്കിലും ഏത് രാഷ്ട്രത്തിലാണെങ്കിലും ഇങ്ങനെ നീതി അത് ക്രൈസ്തവർ എന്നുള്ളതല്ല, നീതി നിഷേധിക്കപ്പെടുന്ന ഏത് സമൂഹം ഉണ്ടായാലും, കൊല ചെയ്യപ്പെടുന്ന ഏത് സമൂഹം ഉണ്ടായാലും, ചൂഷണം ചെയ്യപ്പെടുന്ന ഏത് സമൂഹം ഉണ്ടായാലും അവിടെയൊക്കെ ഇടപെടേണ്ട ലോകരാഷ്ട്ര സംഘടനകൾ ഇടപെട്ടില്ല എങ്കിൽ തങ്ങൾ ഇടപെടും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ച ശക്തമായ നടപടിയാണ് ജോർജി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും ഇവിടെ
ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ വ്യക്തമായിട്ടുള്ള സൂചന തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിന് നൽകിയിരിക്കുന്നത്. അതായത് ക്രിസ്ത്യാനികളെ തൊട്ടുകഴിഞ്ഞാൽ അങ്ങനെ തൊടുന്നവരെ ഞാൻ തൊടും, അല്ലെങ്കിൽ ഇല്ലാതാക്കും, നല്ല സമ്മാനം കൊടുക്കുമെന്ന വ്യക്തമായിട്ടുള്ള സൂചന. ഒപ്പം തന്നെ ഐക്യരാഷ്ട്ര സഭ പോലുള്ള സംഘടനകൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഞാനും ശക്തമായിട്ട് ആ വിഷയങ്ങളിൽ ഇടപെട്ട് അവരെ, പ്രത്യേകിച്ച് ഭീകരരെ ഇല്ലാതാക്കുമെന്ന വ്യക്തമായിട്ടുള്ള സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത്. നൈജീരിയയിലെ ക്രൈസ്തവർക്ക് അവരുടെ കണ്ണീരിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകട്ടെ. നൈജീരിയയിലെ ക്രൈസ്തവരെ ഇല്ലായ്മ ചെയ്യാൻ ഓടി നടക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുവാൻ അതിൻ്റെ ഒരു തുടക്കമാകട്ടെ ട്രംപിൻ്റെ ഈ ഒരു നടപടി. നൈജീരിയയിൽ മാത്രമല്ല, ക്രിസ്ത്യാനികളെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഇസ്ലാമിക തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുവാനുള്ള ആ ഒരു ശക്തമായിട്ടുള്ള നടപടികൾ, അതിൻ്റെ ഒരു തുടക്കം തന്നെയാകട്ടെ നൈജീരിയയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഈ ഒരു സൈനിക നടപടി എന്ന് നമുക്ക് ആശംസിക്കാം. അവസാനമായി ഒരു ചോദ്യം കൂടി ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്, അമേരിക്കൻ പട്ടാളം ഈ കരമാർഗം നൈജീരിയയിൽ ഇറങ്ങും എന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിനുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? സാധ്യത കുറവാണ്. അമേരിക്കൻ പട്ടാളത്തിൽ ഇടപെടാൻ തക്ക രീതിയിലുള്ള ഒരു ഇൻസർജൻസി അല്ല അവിടെ നടക്കുന്നത്. കാരണം അതൊരു ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്തായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് എലിമിനേറ്റ് ചെയ്യാനാവില്ല. ഇത് ആ നൈജീരിയയിൽ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ അടുത്തുള്ള രാജ്യങ്ങൾ, നൈജറിലായിക്കൊള്ളട്ടെ, ചാഡിലായിക്കൊള്ളട്ടെ, മാലിയിലായിക്കൊള്ളട്ടെ, അവിടെ എല്ലാം ഇത് ആക്റ്റീവാണ്. നൈജീരിയയിൽ മാത്രമല്ല ഇത് ആക്റ്റീവായിട്ടുള്ളത്. മറ്റു രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറവായതുകൊണ്ട് അവിടെ ആക്രമണങ്ങളുടെ എണ്ണം കുറവാന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ നോർത്തിന്റെയും സൗത്തിന്റെയും ബോർഡർ റീജിയനിലാണ് ഈ ആക്രമണം കൂടുതൽ വരുന്നത്. അവിടെയാണ് ഈ രണ്ട് കമ്മ്യൂണിറ്റിയും ഒന്നിച്ച് ജീവിക്കുന്ന സ്ഥലമുള്ളത്. അപ്പൊ അവിടെ അമേരിക്കൻ പട്ടാളത്തിന് വേണമെങ്കിൽ നൈജീരിയൻ പട്ടാളത്തിനെ ഡയറക്റ്റ് ചെയ്യാം. ഇപ്പൊ ഗാസയിലൊക്കെ ചെയ്യുന്നത് പോലെ. ഗാസയിൽ അവിടെ അമേരിക്കൻ പട്ടാളം ഉണ്ടെങ്കിലും അവരവിടെ തോക്ക് എടുക്കില്ല എന്ന് പറയുന്നത്, ഞങ്ങൾ തോക്ക് തൊടുന്നില്ല. അവിടെ ആ ഗൈഡ് ചെയ്യുന്ന ഒരു ജോലി മാത്രം ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാണ് അമേരിക്കൻ പട്ടാളം. അതുപോലത്തെ ഒരു സാഹചര്യം വേണമെങ്കിൽ സൃഷ്ടിക്കപ്പെടാമെന്നല്ലാതെ നേരിട്ട് അതിനകത്ത് അമേരിക്ക ഇടപെടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പട്ടാളത്തെ ഇറക്കി കളിക്ക് അമേരിക്ക നിൽക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം മാധ്യമങ്ങളുടെ സംഗതിയാണ്. നമ്മളിപ്പോ ഇതിനകത്ത് നമുക്ക് വിശ്വസിക്കാമെന്ന് വിചാരിക്കുന്ന, ഞാനിപ്പോ 2-3 മാധ്യമങ്ങൾ, BBC, ഗാർഡിയൻ പറഞ്ഞ പത്രങ്ങൾ എല്ലാം പാർട്ടിസാറായിട്ട് എഴുതിയിരിക്കുന്നത്. ഇതില് പിന്നെ അവിടെ മുസ്ലിങ്ങളും കൊല്ലപ്പെടുന്നുണ്ട്, ക്രിസ്ത്യാനികളും കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ള നിലയ്ക്കാണ്. ഈ വാർത്തകളെ ഡൈല്യൂട്ട് ചെയ്യുക എന്നുള്ളത്, അതിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുള്ള ഇസ്ലാമിക് ടെററിസ്റ്റുകളുടെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. സർവ്വ സ്ഥലത്തും ഒരു നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യത്താണെങ്കിൽ പോലും ക്രിസ്മസ് ദിനത്തില് ഡൽഹിയിൽ ആക്രമണം നടത്തിയ, പള്ളിയിൽ കയറി ആക്രമണം നടത്തി അതിന്റെ ഫോട്ടോ എടുത്ത മാധ്യമത്തിലിട്ട ഹിന്ദു സന്യാസി എന്ന് പറയുന്നവൻ ബംഗ്ലാദേശിൽ നിന്ന് കടന്നു കയറി വന്ന ഒരു മുസ്ലിം തീവ്രവാദിയാണ്. അപ്പൊ മുസ്ലിം തീവ്രവാദികള് ഹൈന്ദവരുടെ ഇടയിൽ പോലും നുഴഞ്ഞു കയറി ക്രിസ്മസ് ആഘോഷങ്ങൾ തല്ലിപ്പൊളിച്ച്, ഹൈന്ദവർ ക്രിസ്മസ് ആഘോഷങ്ങൾ തല്ലിപ്പൊളിക്കുന്നു എന്ന വാർത്ത പ്രചരിപ്പിച്ച് ആ വാർത്തയ്ക്ക് പരമാവധി പ്രചാരം കൊടുത്ത് അവർ തന്നെ റെക്കോർഡ് ചെയ്ത് അത് മുഴുവൻ മാധ്യമങ്ങളിലും ഇട്ട്, ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കത്തിക്കാൻ നിൽക്കുന്നവരെ ക്രിസ്ത്യാനികളൊക്കെ ഉപയോഗിച്ച്, അത് കേരളത്തിലും ഗോവയിലുമാണ് ആ വീഡിയോ ഏറ്റവും കൂടുതൽ ഓടിയത് എന്നുള്ളത് തന്നെ അത് നൽകുന്ന സൂചന വളരെ കറക്റ്റാണ്. അപ്പൊ അത് പ്രചരിപ്പിക്കേണ്ട ആളുകൾ അത് കളക്ട് ചെയ്ത് പ്രചരിപ്പിച്ച്, അപ്പൊ ഈ മാധ്യമ രംഗത്തുള്ള ഇസ്ലാമിക ഭീകരരുടെ ഒരു പ്രസൻസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ തോക്കെടുക്കുന്നത് പോലെ തന്നെ മാധ്യമത്തെയും അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അവരെവിടെയൊക്കെ ആക്രമിക്കുന്നോ ആ ആക്രമണത്തെ അവർ ഡൈല്യൂട്ട് ചെയ്ത് കാണിക്കുകയും, മറ്റുള്ള സ്ഥലങ്ങളില് മറ്റു സമൂഹങ്ങൾ, ഇവിടെയാണെങ്കിൽ ഹൈന്ദവ സമൂഹത്തെയും ക്രൈസ്തവ സമൂഹത്തെയും തമ്മിലടിപ്പിക്കാനുള്ള വഴി എന്താണ് എന്ന് നോക്കി അതിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുകയും, അതിനിടയിലൂടെ പിന്നെ മുതലെടുക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് നോക്കി നമ്മുടെ കൊച്ചിയിലെ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനിടയ്ക്ക് അവരുടെ മുതൽ അവർ ഉണ്ടാക്കുകയും ചെയ്യുന്ന വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ശ്രമം ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇതേ സംഗതി തന്നെ ഈ നൈജീരിയയിലും ഈ ഫുലാനി എന്ന് പറയുന്ന ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. ലാൻഡ് ഗ്രാബിംഗ് ആണ് അവരുടെ പ്രധാന ലക്ഷ്യം. അവരതിനെ ഇസ്ലാമിക് ജിഹാദിയുടെ സൈഡായിട്ട് ഉപയോഗിക്കുന്നു. അവർ ആ ജിഹാദ് ഉപയോഗിച്ച് ക്രിസ്ത്യാനികളുടെ ഭൂമി പിടിച്ചെടുക്കുന്നു, പെൺകുട്ടികളെ സ്കൂളിൽ നിന്ന് കൂട്ടത്തോടെ പൊക്കിക്കൊണ്ടു പോകുന്നു, പ്രസവ യന്ത്രങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ലോകത്തെല്ലായിടത്തും ഒരേ ടാക്ടീസ് ആണ് ഇവർ പ്രയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ട്രംപിൻ്റെ ഈ ഒരു സൈനിക നടപടി ഇസ്ലാമിക തീവ്രവാദികളെ എന്നേക്കുമായി ഭൂമുഖത്തു നിന്നും ഇല്ലായ്മ ചെയ്യുവാനുള്ള ആ നീക്കങ്ങൾക്ക് വലിയൊരു വേഗത കൊടുക്കട്ടെ എന്ന് തീർച്ചയായിട്ടും നമുക്ക് ആശംസിക്കാം. മാത്രമല്ല, ഈ മാധ്യമ മേഖലയിലൊക്കെ നുഴഞ്ഞു കയറിയിരിക്കുന്ന, മാധ്യമ മേഖലയിൽ മാത്രമല്ല സമസ്ത മേഖലയിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന ഇസ്ലാമിക ഭീകരത, അതിനെയും തുടച്ചു നീക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, രണ്ടുപേർക്കും നന്ദി.